ഇത്രയും കാലം കഷ്ടപ്പെട്ടു. ഇനി അവസാനം ആന ചവിട്ടി കൊന്നിട്ട് ഈ 10 ലക്ഷം മേടിക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങളോട് നിൽക്കുന്നതെന്ന് പറഞ്ഞു. കാട്ടാന ചവിട്ടിക്കൊന്നിട്ട് കിട്ടുന്ന 10 ലക്ഷം രൂപ വാങ്ങാനല്ല ഞങ്ങളാരും ഇവിടെ ജീവിക്കുന്നത്. ചെറുപുഴ പഞ്ചായത്തിലെ കർഷകനായ സണ്ണിയുടെ ഈ വാക്കുകൾ ഒരു വ്യക്തിയുടെ വേദന മാത്രമല്ല, അതിർത്തി മേഖലയിൽ വന്യമൃഗ ഭീഷണികൾക്കിടയിൽ കഴിയുന്ന നൂറുകണക്കിന് കർഷകരുടെ മനസാക്ഷിയുടെ ശബ്ദമാണ്. കാനംവയൽ ചേനാട്ടുകൊല്ലിയിൽ വർഷങ്ങളായി കൃഷി ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സണ്ണി വന്യമൃഗശല്യം കാരണം ദുരിതമനുഭവിക്കുന്ന കർഷകരിൽ ഒരാളാണ്. ഞാൻ വന്ന വിജിലൻസ് ഉദ്യോഗസ്ഥന്മാരോട് ഞാൻ എത്രയും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളാരും ഇവിടെ താമസിക്കുന്നത് ഇപ്പോൾ എൻ്റെ കാര്യം ഞാൻ പേഴ്സണലായിട്ട് പറഞ്ഞു ഞാനൊരു കർഷകനാണ്, വയസ്സ് 70 ഇത്രയും കാലം കഷ്ടപ്പെട്ടു. ഇനി അവസാനം ആന ചവിട്ടി കൊന്നിട്ട് ഈ 10 ലക്ഷം മേടിക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങളോട് നിൽക്കുന്നതെന്ന് പറഞ്ഞു. പണിയെടുത്ത് ജീവിതകാലം മുഴുവൻ മാന്യമായിട്ട് പണിയെടുക്കണം, അങ്ങനെ ജീവിക്കണമെന്ന് കണക്കൂട്ടി. പക്ഷേ ഞങ്ങൾക്കോട് ജീവിക്കാൻ സാധിക്കും. ഞങ്ങൾ എന്ത് കൃഷി ചെയ്താലും ഇത് മുഴുവൻ ആന, കുരങ്ങ് ഇത്രയും ഇങ്ങനെ ശല്യങ്ങളുള്ള സ്ഥലം, അത് നിങ്ങൾ ചെയ്തു തരണമെന്ന് പറയുമ്പോൾ അവരൊന്നും ചെയ്തു തരിക. പിന്നെ ഈ പ്രദേശത്ത് ഒരുപാട് സ്ഥലങ്ങൾ കാട് പിടിച്ച് കിടപ്പുണ്ട്. കൃഷി ചെയ്യാതെ ഇവിടെ താമസമില്ല, മറ്റു സ്ഥലങ്ങളിൽ താമസിക്കുന്നു. അവർ എപ്പോഴെങ്കിലും വരും, വന്ന് പറമ്പിൽ എന്തെങ്കിലും ഉൽപ്പന്നം ഉണ്ടെങ്കിൽ അവരെടുത്തുകൊണ്ട് പോകുന്നു. അവരോട് ആൾ കാട് തളിക്കാനോ കൃഷി ചെയ്യാനോ പറഞ്ഞു കഴിഞ്ഞാൽ അവരതൊന്നും ചെയ്യുന്നില്ല. പഞ്ചായത്തിൻ്റെ അടുത്ത് ഞാൻ തന്നെ നേരിട്ട് പറഞ്ഞു, പഞ്ചായത്ത് മെമ്പറോടൊന്ന് വിളിച്ചു കൊടുത്ത് കാണിച്ചു കൊടുത്തു, ഇതാണ് അവസ്ഥ. സർക്കാർ ഒരു ഉത്തരവിട്ടിട്ടുണ്ട്, കുറ്റിക്കാട് പിടിച്ച് കിടക്കുന്ന കൃഷി ചെയ്യാത്ത സ്ഥലങ്ങൾ മുഴുവൻ കൃഷി ചെയ്യിക്കണം, കാട് തളിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഭാഗത്ത് നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ചെയ്യാമെന്നവർ പറയുന്നുണ്ട്, ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒന്നെങ്കിൽ അവർ ഈ കാട് തളിച്ച് കൃഷി ചെയ്യണം, കാട് പിടിപ്പിച്ചിടാൻ പാടില്ല. ഇതല്ലെങ്കിൽ അവർക്ക് സ്ഥലം വേണ്ടായെങ്കിൽ അവർ സർക്കാരിലേക്ക് തിരിച്ചു കൊടുത്തോട്ടെ. പിന്നെ പഞ്ചായത്ത് മെമ്പറോട് ഞാൻ എൻ്റെ അറിവ് വെച്ച് ഞാൻ ചോദിച്ചു, ഈ കൃഷിഭൂമി തന്നിരിക്കുന്നതിന് പട്ടയം കെട്ടിയിരിക്കുന്നത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കാട് പിടിപ്പിച്ചിടാനോ മരം വെക്കാനോ അല്ല എന്ന് പറഞ്ഞു. വ്യവസായം തുടങ്ങാനല്ല, കൃഷിഭൂമി കൃഷി ചെയ്യണം, അവരത് കൃഷി ചെയ്തിട്ടില്ല, അതിന് നിങ്ങൾക്ക് നടപടി എടുക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളല്ലാതെ റവന്യൂ വകുപ്പും ഒക്കെ ആയിട്ട് വന്നപ്പോൾ അവരും എന്നോട് പറഞ്ഞു തന്ന അറിവ് ഇതാണ്, നിങ്ങൾക്ക് പരാതി കൊടുക്കാം, നിങ്ങൾ പരാതി കൊടുത്തിട്ട് നടപടി ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾ മോളിൽ കൊടുക്കാൻ പറഞ്ഞു. അല്ലാതെ ഇപ്പം നമുക്ക് ഒന്ന് പറഞ്ഞ റവന്യൂ വകുപ്പിൽ നിന്ന് പറഞ്ഞു തന്ന അറിവാണ്. ഇവിടെയുള്ള സ്ഥലത്തിൻ്റെ ഏകദേശം 50% കൂടുതൽ സ്ഥലം, ഏക്കർ കണക്കിന് സ്ഥലം കാട് പിടിച്ച് കിടക്കുകയാണ്, ഒരു കൃഷിയില്ല. പിന്നെ അവർ കൃഷി ചെയ്യാത്തതിൻ്റെ മറ്റൊരു കാരണമുണ്ട്, കുറച്ച് പേർക്ക് കൃഷി ചെയ്യാനുള്ള സാമ്പത്തികം ഇല്ല, അവർ പരിപൂർണമായിട്ട് പരാജയപ്പെട്ടു പോയി. കുറച്ച് പേർക്ക് നല്ല സാമ്പത്തികമുണ്ട്, അവരിപ്പോൾ ഈ നാട്ടിൽ നിന്ന് വിട്ടിട്ട് ഇപ്പം ചെറുപുഴയോ അല്ലെ പയ്യന്നൂരോ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നു. അവർക്കിപ്പോൾ ഇതിന് ഒന്നും വേണ്ട. ഇപ്പം ഇവിടെ മറ്റുള്ള ആൾക്കാരിപ്പോൾ ഇങ്ങനെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാലത്ത് അവരുടെ ഭൂമി വിറ്റിട്ട് അവർക്ക് പോകാം, അപ്പം അന്ന് നല്ല മാർക്കറ്റ് കിട്ടും, ഒന്നും അറിയണ്ട. അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടുള്ള ആൾക്കാർ കുറച്ച് പേരുണ്ട്. പക്ഷേ ഒരു നല്ല ശതമാനം ആൾക്കാർക്ക് സാമ്പത്തികം ഇല്ല, കൃഷി ചെയ്യാൻ സാമ്പത്തികം ഇല്ലാഞ്ഞിട്ടുള്ള ആൾക്കാരുമുണ്ട്. ഇതെല്ലാം പഞ്ചായത്തിന് മുന്നിൽ പലതവണ നമ്മൾ അവതരിപ്പിച്ചതാണ്, ഒരു നടപടിയും അവരുണ്ടാകുന്നില്ല. കാട്ടാന മുതൽ മറ്റ് വന്യമൃഗങ്ങൾ വരെ സ്ഥിരമായി കൃഷിയിടങ്ങളിലെത്തി നാശനഷ്ടം വിതയ്ക്കുന്ന സാഹചര്യത്തിൽ കർഷകർക്ക് ആശ്വാസമാകേണ്ടിയിരുന്ന വൈദ്യുതി വേലിയാണ് ഇപ്പോൾ വിവാദങ്ങളുടെ കേന്ദ്രമായി മാറിയിരിക്കുന്നത്. അതിർത്തി മേഖലയിൽ നിർമ്മിച്ച വൈദ്യുതി വേലിയുടെ പ്രവർത്തനക്ഷമതയും നിർമ്മാണത്തിലെ ക്രമക്കേടുകളും സംബന്ധിച്ച പരാതികൾ ഉയർന്നതിനെ തുടർന്ന് വിജിലൻസ് സംഘം പ്രദേശത്ത് പരിശോധനയ്ക്കെത്തി. അപ്പോഴാണ് സണ്ണിയുടെ ഹൃദയത്തിൽ നിന്നുയർന്ന വാക്കുകൾ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ മുഴങ്ങിയത്. കർഷകരുടെ സുരക്ഷ ഉറപ്പാക്കാനും വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷണം നൽകാനുമായി ലക്ഷങ്ങൾ ചിലവഴിച്ച് സ്ഥാപിച്ച വേലിയിൽ വൻ തട്ടിപ്പ് നടന്നുവെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇപ്പം അവസാനമായിട്ട് ഇതിങ്ങനെ ഫെൻസിങ് കിട്ടി, അത് ഏതാണ്ട് 20 വർഷം മുമ്പ് അനുവദിച്ചൊരു ഫെൻസിങ് ആണിത്. ആ ഫെൻസിങ് 2-3 പ്രാവശ്യം റിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ റിപ്പയറിങ്ങിന് പരിപൂർണ്ണ പരാജയത്തെ എത്തിച്ചു. ഇപ്പം ഈ ഫെൻസിങ് എടുത്തിട്ട് ഈ 3-4 മാസം ആയതേ ഉള്ളൂ. ഇപ്പം ആ ഫെൻസിങ് വർക്ക് ചെയ്യുന്നില്ല. വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം അയാളുടെ പണിയുടെ തകരാറുണ്ട്. ഇതാണ് ഞങ്ങളുടെ അറിവ് വെച്ച് അങ്ങനെ മനസ്സിലാക്കുന്നത്. ഇനി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഒരു ഇതിൻ്റെ മെറ്റീരിയൽസ് ഒന്നും ഒറിജിനൽ സാധനമല്ല. വന്ന വിജിലൻസിൻ്റെ ഉദ്യോഗസ്ഥന്മാരോട് ഞാൻ ചോദിച്ചൊരു ചോദ്യം ഇതാണ്, 2.5 മീറ്റർ നീളത്തിൽ ഈ പൈപ്പിന് 950 രൂപ വിലയെന്ന് പറഞ്ഞാൽ അത് സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യർ അത് അംഗീകരിക്കുമെന്നൊന്നുമില്ല. എന്തെങ്കിലും അറിയാവുന്ന ചോദിച്ചാൽ ഇങ്ങനെ അത് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ഒറിജിനൽ GI പൈപ്പ് 20 വർഷം മുമ്പ് ഈ വേലിക്കിട്ട പൈപ്പ് ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഇവിടെ അതേപടി നിൽപ്പുണ്ട്. അതും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. 15 കോർണർ പോസ്റ്റ് ഒരു പൈപ്പിന് 2 ഇഞ്ചിൻ്റെ ഒരു പൈപ്പ് 2.5 മീറ്റർ ഇടുന്നതിന് 1500 രൂപയാണ് വില വെച്ചിരിക്കുന്നത് എസ്റ്റിമേറ്റർ. ഈ 15 എണ്ണത്തിന് വെച്ചിരിക്കുന്നൊരു, ഞാൻ ഈ വേലി താഴെ മുതലിൻ്റെ അവസാനം വരെ ഇത് പോയി നോക്കുന്നതും കാണുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒറ്റ ഒരു കോർണർ പോസ്റ്റ് മാത്രമേ ഇട്ടുള്ളൂ. 14 എണ്ണം അയാൾ ഉപയോഗിച്ചിട്ടില്ല. ഒരെണ്ണം ഞാൻ കാണിച്ചു തരാവുന്നുള്ളൂ, വേറെ ഒന്നും നിങ്ങൾ കാണിച്ചു തരാണെങ്കിൽ ഞാൻ ഇന്നലെ വിജിലൻസിൻ്റെ ആൾക്കാരോട് പറഞ്ഞു വെച്ച് ഈ പറഞ്ഞൊരു വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ
എനിക്ക് 10-20 ഏക്കർ സ്ഥലമുണ്ട്, ഞാൻ നിരുപാധി നിങ്ങൾക്ക് വിട്ടു തന്നേക്കാമെന്ന് പറഞ്ഞു. ഈ പറഞ്ഞതിൽ വ്യത്യാസമുണ്ട്. അത്ര വാശിയായിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ അവരത് ശരി ഉൾക്കൊണ്ടാ പോയിരിക്കുന്നത്. ഇനിയിപ്പോൾ അവരുടെ ഭാഗത്തുനിന്നുള്ള നടപടി എന്താണെന്ന് ഇപ്പം നമുക്ക് വന്നാലേ അറിയാൻ പറ്റുള്ളൂ. കരാറുകാരനും ചില ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഒത്തുകളിയാണ് പദ്ധതിയെ തകർത്തതെന്നാണ് അവരുടെ ആക്ഷേപം. പ്രശ്നം പരിഹരിക്കാൻ ധാരണയിലെത്തിയെങ്കിലും അത് നടപ്പിലാക്കാൻ കരാറുകാരൻ തയ്യാറായില്ലെന്നും നാട്ടുകാർ പറയുന്നു. ഇതിനിടെ പകൽ സമയത്ത് പോലും കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ പ്രദേശത്ത് ഇറങ്ങുന്നത് കർഷകരുടെ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. ആന ഇറങ്ങുന്നുണ്ട്. കഴിഞ്ഞ 3 ദിവസമായിട്ട് തുടർച്ചയായിട്ട് വൈകിട്ട് 6 മണി 7 മണിയാകുമ്പം ആനയക്കരെ കയറി വരുന്നു. ഇപ്പോൾ ഇതിൽ ഒരു 5 മണി ആയതിനു ശേഷം ഒരു വാഹനം വിളിച്ചാൽ പോലും ഈ വഴിക്ക് വരില്ല. കാരണം റോഡിൽ കൂടെയാണ് ആന നടക്കുന്നത്. കൃഷി നശിപ്പിക്കുന്നു. ആൾക്കാർക്ക് വരാനോ പോകാനോ ഒന്നും സാധിക്കുന്നില്ല. പിന്നെ ഈ വേലി കെട്ടിയ ഇതിൻ്റെ പരാതിയായിട്ട് ഞാൻ തന്നെ നേരിട്ട് ചെറുപുഴ പഞ്ചായത്തിൽ പോയി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെയും കണ്ടു പറഞ്ഞു. അപ്പം അവരെയും ബില്ല് മാറിയെന്ന് ചോദിച്ചപ്പം അത് അവരൊരു നിസ്സഹകരണ മനോഭാവം കാണിച്ചു. രണ്ടാമത് പിന്നെ അതിൻ്റെ ബില്ല് മാറിയെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പം ആ ബില്ല് മാറി, ഞങ്ങൾക്ക് അതിന് ഉത്തരവാദിത്വം, ഞങ്ങൾ പുതിയതായിട്ട് വന്ന ആൾക്കാരാണെന്ന് പറഞ്ഞു. കൃഷിയാണ് ജീവിതവും ഉപജീവനവും. എന്നാൽ ഓരോ ദിവസവും ഭീതിയോടെയാണ് അവർ കൃഷിയിടങ്ങളിലേക്കും തോട്ടങ്ങളിലേക്കും ഇറങ്ങുന്നത്. ഇത്രയും കാലം കഷ്ടപ്പെട്ടാണ് ജീവിച്ചത്. ഇനി ശേഷിക്കുന്ന കാലമെങ്കിലും സമാധാനമായി കൃഷി ചെയ്ത് ജീവിക്കണമെന്ന സണ്ണിയുടെ വാക്കുകളിൽ ഒരു കർഷകന്റെ പ്രതീക്ഷയും നിസ്സഹായതയും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്നു. സണ്ണിയുടെ ശബ്ദം കേവലം ഒരാളുടേതല്ല. സുരക്ഷിതമായ ജീവിതത്തിനും കൃഷി ചെയ്യാനുള്ള അവകാശത്തിനുമായി അധികൃതരുടെ ഇടപെടൽ കാത്തിരിക്കുന്ന അതിർത്തി മേഖലയിലെ മുഴുവൻ കർഷക സമൂഹത്തിന്റെയും ശബ്ദമാണ്. 130-140 രൂപയുടെ പുതുപുത്തൻ വസ്ത്രങ്ങളുടെ മഹാമേള സക്സസ് കോട്ടൺ ബസാർ ചെറുപുഴ. ലേഡീസിനും ജെന്റ്സിനും കിഡ്സിനും ആവശ്യമായ എല്ലാവിധ വസ്ത്രങ്ങളുടെയും വിപുലമായ ശേഖരം ചെറുപുഴയിൽ നിങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുന്നു. 130-140 രൂപയുടെ മികച്ച ക്വാളിറ്റിയുള്ള ഡ്രസ്സുകൾ മറ്റെങ്ങും കിട്ടാത്ത വിലക്കുറവിൽ സ്വന്തമാക്കാം. ഷർട്ടുകൾ, ഫ്രോക്ക്, നൈറ്റ് പാന്റുകൾ, ടോപ്പുകൾ, ലെഗിൻസ്, ജീൻസുകൾ, കുട്ടികളുടെ ഉടുപ്പുകൾ, ന്യൂ ബോൺ ബേബി സെറ്റുകൾ തുടങ്ങി എണ്ണിയാൽ തീരാത്ത കളക്ഷനുമായി വിലക്കുറവിന്റെ വസ്ത്രമേള സക്സസ് കോട്ടൺ ബസാർ, ഓപ്പോസിറ്റ് സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ചെറുപുഴ.